നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ അവിടെ ഷഷ്ടിയാണ് കേട്ടോ. കണ്ടേശ്വര അമ്പലത്തിൽ ഷഷ്ടി ഇന്നലെയാണ് കേട്ടോ ഷഷ്ടി ചെയ്തത്. ഷഷ്ടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നേരത്തെ എഴുന്നേറ്റു, കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തി. അഭിഷേകമാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലേ, അറിയാലോ. അതായത് പാലഭിഷേകം, ഇളനീരഭിഷേകം, പനിനീരഭിഷേകം തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള അഭിഷേകങ്ങളുണ്ട്. പുഷ്പാഞ്ജലി എല്ലാം ചെയ്തു. പിന്നെ നമ്മൾ അവിടെ കാവടിയാട്ടുണ്ടായിരുന്നു. തലേദിവസം രാത്രി തന്നെ പാനകപൂജയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ സുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടി ഇവിടുത്തെ കണ്ടേശ്വരത്തെ. അപ്പോൾ ശിവനാണ് പ്രധാനമെങ്കിലും മകനാണല്ലോ സുബ്രഹ്മണ്യസ്വാമി. സ്പെഷ്യലായിട്ട് ഭഗവാന് ആലിൻ്റെ അടുത്ത് തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ വലിയ അമ്പലമൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു ഷഷ്ടി. ഇവിടെ അമ്പലത്തിൻ്റെ ഭാഗത്ത് തന്നെ ഒരു സെറ്റ് കാവടിയാട്ടം ഉണ്ടായിരുന്നു. തലേദിവസം രാത്രിയും പിറ്റേ ദിവസം ഫുള്ളും ഉണ്ടായിരുന്നു. അപ്പം അമ്പലത്തിൽ പോയാൽ നമുക്കത് കാണാം. അത് കൂടാതെ ഓരോ ദേശങ്ങളിൽ, നാനാ ദേശങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ 4 ദിക്കുകളിൽ നിന്നും ഓരോ സെറ്റ് വീതം കാവടികൾ വന്നിരുന്നു. കാവടി മാത്രമല്ല, പല സെറ്റിൽ പല കലാരൂപങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളുടെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന അത്രയ്ക്ക്, ഞാൻ എൻജോയ് ചെയ്ത അത്രയ്ക്ക് നിങ്ങളെ കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഷഷ്ടി ആഘോഷം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുറേ നാളായി ഞാൻ അമ്പലത്തിൽ പോയിട്ടും ഒരു വിശേഷ അല്ലെങ്കിൽ ഒരു ഉത്സവം കണ്ടിട്ടൊക്കെ കുറേ നാളായി. അപ്പോൾ എനിക്കതൊരു പ്രത്യേക സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യാണ്. നിങ്ങളെ കൂടി എൻ്റെ എൻജോയ്മെൻറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീക്ക്ലി ഹൈലൈറ്റ് കമൻറ്റിൽ ഒന്നാമത്തെ ആൾ വനജ പ്രവീണാണ്, 100+ ആണ്. രണ്ടാമത്തെ ആൾ ദ്രൗപദി CK ആണ്. ദ്രൗപദി CKക്ക് 100+ ആണ് കേട്ടോ. ദ്രൗപദി CK ഓർമ്മയുണ്ടാവില്ല, നമ്മൾ കഴിഞ്ഞ കൊല്ലം പുത്തുക്കാവിൽ പോയപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു അല്ലേ. കൂടപ്പുഴ വീടുള്ളത് അല്ലേ, എനിക്കറിയാം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ആൾ പ്രദീപ് കുമാർ കൊച്ചാതെ എന്നാണ്. ഗൾഫിൽ ജോലിയുള്ള ആളാണ്. തൃശ്ശൂരാണ് വീട്. വിവേകോദയത്തിലൊക്കെ പഠിച്ച കുട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്കറിയാം. അപ്പോൾ പ്രദീപ് കുമാർ കൊച്ചാതെയാണ് ഒരു 100+ ഒന്ന്. പിന്നെ ദ്രൗപദി CK, പിന്നെ വനജ പ്രവീൺ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ് കേട്ടോ. ഈ ആഴ്ചത്തെ 100കാർക്കെല്ലാം പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഏറ്റവും താഴെയുള്ള ആൾക്കാരുടെ ഒരാൾ മിനി മോഹനാണ്. പിന്നെ ഒരാൾ ഷീലു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾ തന്നെയാണ്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇതുവരെ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തവർക്കും എൻ്റെ ഇത് കണ്ട എല്ലാ വ്യൂവേഴ്സിനും പ്രത്യേകം നന്ദി പറയാണ്. അപ്പം നമുക്ക് ഇത്തിരി നേരത്തേക്ക് ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ ഷഷ്ടി മഹോത്സവം ഒന്ന് കാണാം കേട്ടോ. ചെറിയ ഒരു ഷഷ്ടി മഹോത്സവം. ഓക്കെ, വരൂ കേട്ടോ. പുതിയതായി നിർമ്മിച്ച് അമ്പലത്തിന് സമർപ്പിച്ച ഗോപുരത്തിന് മുന്നിൽ നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുത്തു. അതിരാവിലത്തെ പരിപാടികളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയാണിത്. അമ്പലത്തിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ നടയിലാണ് നാദസ്വര കച്ചേരി നടക്കുന്നത്. സുബ്രഹ്മണ്യസ്വാമിയുടെ നടക്കാണ്. രാവിലെ അഭിഷേകം ചെയ്യാനായിട്ട് വന്ന ഭക്തർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെടുന്ന കാവടികൾ വേറെ ഉള്ളത് കൊണ്ട് കുറേ ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടില്ല. അഭിഷേകം ചെയ്യാനും ഭഗവാനെ തൊഴാനും വേണ്ടി വന്നവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. പിന്നെ അമ്പല കമ്മിറ്റിക്കാരും ഉണ്ട് അവിടെ കുറേ പേര്. ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടി പോകുന്ന നമ്മളുടെ ഭാഗത്തുള്ള കാവടി സെറ്റാണ് കേട്ടോ. കാവടി മാത്രമല്ല, പഞ്ചവാദ്യമുണ്ട്, ഒരാനയുണ്ട്. നോക്കൂ, വിവിധ കലാരൂപങ്ങളും ഒരു ആനയുണ്ട് കേട്ടോ. ആന എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്കാർക്കും പേടിക്കണ്ട അങ്ങനത്തെ ആനയാണ് കേട്ടോ.
നോക്കൂ, കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലത്തെ കാഴ്ചയാണ്. ഇനി വരുന്നത് ശിങ്കാരിമേളം. ശിങ്കാരിമേളക്കാർ നല്ല ഉത്സാഹത്തിലാണ് വരുന്നത് കേട്ടോ. ഈ വരുന്നതാണ് ശിങ്കാരിമേളം. ശിങ്കാരിമേളക്കാർ നല്ല ഉത്സാഹം അല്ലേ? അടിപൊളി. അടുത്തതായിട്ട് ശിങ്കാരിമേളം. ആദ്യസ്വരം, ശിങ്കാരിമേളം, പഞ്ചവാദ്യം, എല്ലാ മേളം ഉണ്ട് കേട്ടോ. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സെറ്റുകൾ ഇപ്പോൾ ഏകദേശം 9:30 മണിയായിട്ടുള്ളൂ. ഇത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഇവിടെ. ഇതിന് ശേഷം ഇവർ എല്ലാ സ്ഥലത്തും സഞ്ചരിച്ച് എല്ലാ സ്ഥലത്തും പോയി അവസാനം അമ്പലത്തിലെത്തുമ്പോൾ 12:30 മണി 1 മണിയാവും. എല്ലാ സെറ്റും 1 മണിയോട് കൂടിയിട്ട് അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് പിന്നെ എല്ലാ സെറ്റും കൂടി ഒരുമിച്ച് നിന്നിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ചുറ്റും നിന്ന് ആടുകയാണ് ചെയ്യുക. അപ്പോഴേക്കും നല്ല വെയിൽ മൂർധന്യത്തിലായിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് ഇവരുടെ പെർഫോമൻസ്? തുടങ്ങാൻ പോകണുള്ളൂ കേട്ടോ. ഇനി പൂക്കാവടിയാണ് കേട്ടോ ഇനി വരുന്നത്. ഇവിടെ നിന്ന് ആടാനുള്ള സൗകര്യക്കുറവുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്. മുകളിൽ കൂടെ കറണ്ട് കമ്പി പോണ കാരണം കൊണ്ട് ഇവിടെ നിന്ന് ആടാൻ പറ്റില്ല. ചെറിയ ഇടവഴിയല്ലേ, ചെറിയ റോഡല്ലേ, അത് കാരണം കൊണ്ട് ഇവിടെ ആട്ടം അത്ര പറ്റില്ല. കാവടിയാട്ടം മറ്റുള്ളതൊക്കെ പറ്റും കേട്ടോ. തെയ്യത്തിനൊക്കെ ആടാം. പിന്നെ ഇവർക്ക് വെള്ളം അതുപോലെ ആഹാരം എന്നിവ കറക്റ്റ് ടൈമിലൊക്കെ കൊടുത്ത് ക്ഷീണം ഇല്ലാണ്ട് നോക്കുന്ന നല്ല വളണ്ടിയേഴ്സ് ഇവർ നമ്മുടെ ഈ സെറ്റിലുണ്ട്. അവരുടെ നിസ്വാർത്ഥ സേവനം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ഇതിൽ പങ്കാളികളാണ്. കുറേ പേര്, രാജേട്ടനൊക്കെ ഇപ്പോൾ അമ്പലത്തിലാണ് കേട്ടോ. അതിരാവിലെ 5 മണിക്ക് അമ്പലത്തിൽ പോയതാണ്. ഇനി ഉച്ചയ്ക്ക് എല്ലാ സെറ്റും അവിടെ എത്തിയതിന് ശേഷം മാത്രമേ തിരിച്ചെത്തുള്ളൂ ഇവിടേക്ക്. എല്ലാവരും അവിടെ അമ്പലത്തിലെത്തി ആടിയതിന് ശേഷം മാത്രമേ രാജേട്ടൻ തിരിച്ചു വരുള്ളൂ. മാത്രമല്ല രാവിലത്തെ എല്ലാ കാവടിയാട്ടമൊക്കെ എനിക്ക് വീഡിയോ പിടിച്ച് തന്നിട്ടുണ്ട്. ജ്യോതി അമ്മും പോയിട്ടുണ്ടായിരുന്നു. അവർ പിടിച്ചു തന്ന വീഡിയോ ആണ് നിങ്ങൾ അമ്പലത്തിൽ കണ്ടത്. രാത്രിയിലത്തെ വീഡിയോ രാജേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവർ ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തുള്ളൂ കേട്ടോ. ഇനി നോക്കൂ, പൂക്കാവടികൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നന്നായി ആന സൂപ്പറായിട്ടാ. ആന അടിപൊളി. ഓ
കമ്പിയുടെ വയറുള്ള നമ്മളൊന്നൊരു കാവിലും കത്തിപ്പോയി അതാണ് പേടിയാണ്. അവിടെ നമ്മൾ പൈസ പോയാ കേട്ടാ ഈ കാശാന പറക്ക പോ. ഉയരം കൂടിയ പീലികാവടിക്ക് ഇവിടെ ഒട്ടും ആടാൻ പറ്റില്ല. മെയിൻ റോഡിലെത്തിയിട്ടേ ആടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് താങ്ങി പിടിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഇത് രാത്രിയിൽ സന്ധ്യാസമയത്തുള്ള അമ്പലത്തിലെ പരിപാടിയാണ് കേട്ടോ. ദീപാരാധനയ്ക്ക് ശേഷം ശിവക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് ഈ അമ്പലത്തിൻ്റെ സെറ്റ് പെർഫോം ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം ഇത് കാണാം. ഒരു മികച്ച കലാകാരനായ മുരളി MG, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ സജീവൻ MG, ഇവർ രണ്ടുപേരും എൻ്റെ സ്വന്തം കുട്ടികൾ, അതായത് സ്റ്റുഡൻസാണ് കേട്ടോ. നേവിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള മുരളി നല്ല ഒരു കൊള്ളൊത്തുകാരനാണ്.
അതുപോലെ സജീവൻ അനിയൻ നല്ല ഒരു തകില് വാദ്യക്കാരനാണ് കേട്ടോ. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ട അവരുടെ ടീമിന് മൊത്തം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ അമ്പലത്തിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന അത്രയ്ക്കും കാണിച്ചു തരാണ്. ഇഷ്ടമായെങ്കിൽ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ.